ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം അഥവാ ടീച്ചേഴ്സ് ഡേ. എൻ്റെ മുൻപിലായിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹ അധ്യാപകരെ, കുഞ്ഞെ, ആരാണ് യഥാർത്ഥ ഗുരു? ഹു ഈസ് എ ഗുഡ് ടീച്ചർ? വികൃതമായി തൻ്റെ മുൻപിലായിരിക്കുന്ന ഒരു കല്ലിൽ മനോഹരമായ ശില്പത്തെ ദർശിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. ജീവിതത്തിൻ്റെ ഇരുളിലേക്ക് വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരു പൈതലിനോട്, കുഞ്ഞെ, നീ അധിക ദൂരമൊന്നും ഈ ഇരുളിൽ മുന്നോട്ട് കടന്നു പോയിട്ടില്ല, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ പിറകിൽ നല്ല വെളിച്ചമുണ്ടെന്ന് പിറകിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞ് അവനെ മാടി അവൻ്റെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുന്നവനാണ് യഥാർത്ഥ ഗുരു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും അറിയാം ആരാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1952 മുതൽ 62 വരെ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായും 1962 മുതൽ 67 വരെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായും അധികാര കസേരയിൽ ഇരുന്ന വ്യക്തിപ്രഭാവമാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ഇദ്ദേഹം നല്ലൊരു ഫിലോസഫറായിരുന്നു, നല്ലൊരു എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്നു. വിദ്യാഭ്യാസത്തെ മുൻപന്തിയിലേക്ക് ഇന്ത്യയെ നയിക്കുവാൻ തന്നാൽ ആവോളം ചെയ്ത ശ്രേഷ്ഠനായ മനുഷ്യനായിരുന്നു ഡോക്ടർ. ഒരിക്കൽ ഡോക്ടറിൻ്റെ ഒരു കൂട്ടുകാരനായ VK കൃഷ്ണമേനോൻ്റെ അനന്തരവൻ തൻ്റെ ഭവനത്തിൽ കൂടെ വരികയും തന്നെ കുറിച്ച് അധികം പഠിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ബാലനായ ആ പയ്യൻ ചോദിച്ചു, ഞാൻ എൻ്റെ ഗുരുവായി താങ്കളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. I want to make you as my guru. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഡോക്ടർ രാധാകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്, My dear boy, there is only one person I know who is worthy to be called a guru, and that is Jesus Christ of Nazareth. അനേക ശ്രേഷ്ഠ വ്യക്തികൾ യേശു ക്രിസ്തുവിനെ തൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാർ പോലും ഗുരു എന്ന് അഭിസംബോധന ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ഇങ്ങനെയാണ് വായിച്ചു തുടങ്ങുന്നത്. തൻ്റെ മുൻപിലിരിക്കുന്ന പുരുഷാരത്തോട് യേശു എപ്പോഴും അവരുടെ സ്ഥിതി അറിഞ്ഞ് സാധാരണക്കാരിൽ സാധാരണക്കാരായ തൻ്റെ മുൻപിലിരിക്കുന്ന ജനത്തോട് അവൻ പലപ്പോഴും ഏത് വലിയ മർമ്മങ്ങളെ പോലും വളരെ ലളിതമായ ഉപമകളിലൂടെയാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാറുള്ളത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സിംപ്ലിഫൈ ചെയ്ത് തൻ്റെ മുൻപിലായിരിക്കുന്ന ജനത്തിന് കൊടുക്കുന്ന യേശു ക്രിസ്തു ഒരിക്കൽ ഇപ്രകാരം തൻ്റെ മുൻപിലായിരിക്കുന്നവരോട് പറയുവാനിടയായി, ഇതാ ഒരു കർഷകൻ വിതയ്ക്കാൻ വിത്തുമായി പുറപ്പെട്ട് വഴി നടക്കുന്നതിനിടയിൽ
ചില വിത്തുകൾ വഴിയരികിൽ വീണു. ആ വിത്തുകൾ പറവകൾ വന്ന് പെട്ടെന്ന് കുത്തിക്കളഞ്ഞു. നടന്നു പോകുന്ന വഴിയിൽ ചില വിത്തുകൾ പാറസ്ഥലത്ത് വീണു. പാറസ്ഥലത്ത് വീണ വിത്ത് പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണിന്റെ അംശത്തിൽ കിടന്നു വളർന്നു. എങ്കിലും സൂര്യൻ ശക്തമായി ഉദിച്ചപ്പോൾ ആ വൃക്ഷത്തിന് വേരില്ലാത്തത് കാരണം അത് പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകുവാനിടയായി. ഇതാ ആ വഴിയാത്രയിൽ ചില വിത്തുകൾ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെടുവാനിടയായി. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് അത് മുള്ളിനോടൊപ്പം വളർന്നു. എങ്കിലും ഫലം കായ്ക്കുന്ന സമയമായപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, അതെന്തിനു സംഭവിച്ചു എന്നറിയാമോ? അത് മുള്ള് വളർന്നു വന്ന ഈ വിത്തിനെ, തയ്യെ ഞെരുക്കി അതിൻ്റെ ഫലം ലോകം കാണാതെ അതിനെ നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അല്പദൂരം കൂടെ നടന്നപ്പോൾ തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്ന വിത്ത്, ശേഷിച്ച വിത്തുകൾ, ഈ ഒരു കർഷകൻ താൻ തലേ നാളുകളായി ഒരുക്കി വെച്ചിരിക്കുന്ന നല്ല നിലത്ത് കൊണ്ടുവന്ന് വിതച്ചപ്പോൾ തിരുവചനം ഇങ്ങനെ വായിക്കുന്നു: ആ വിത്തുകൾ 100, 60, 30 മേനി ഫലം കൊയ്യും. നിങ്ങൾ എന്നോടൊരു പക്ഷേ ചോദിക്കുമായിരിക്കും, എന്തിനാണ് ടീച്ചറെ ഈ വിത്തിൻ്റെ കഥ ഇന്ന് ഈ ടീച്ചേഴ്സ് ഡേയിൽ ഞങ്ങളോട് പറയുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, നീ കടന്നു കയറിയ ക്ലാസ്സുകളിലെല്ലാം തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച അറിവാകുന്ന, ജ്ഞാനമാകുന്ന വിത്തുകൾ നിങ്ങളുടെ ഉള്ളിൽ പകർന്നു തന്ന അധ്യാപകരാണ് ഈ കഥയിലെ കർഷകന്റെ സ്ഥാനത്ത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആ കർഷകനാണ് നീ കയറിയിറങ്ങിയ ക്ലാസ്സുകളിൽ നിനക്ക് പകർന്നു തരുന്ന അറിവിൻ്റെ നിറകുടമായി നിന്റെ മുൻപിൽ ഓരോ ക്ലാസ്സിലും കയറിയിറങ്ങിയത്. പലപ്പോഴും നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: ടീച്ചറെ, പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം മനസ്സിലാകും, അല്ല പരീക്ഷാ ഹാളിൽ എത്തുമ്പോഴത്തേക്ക് അതൊക്കെ എങ്ങനെ മറന്നു പോകുന്നു എന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പറയാറുണ്ട്, ഞങ്ങൾ പരീക്ഷാ ഹാളിലായിരിക്കുമ്പോൾ എല്ലാം ബ്ലാങ്കായി പോയി. ശൂന്യമായ മനസ്സോടെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് തക്കതായ ഫലം അധ്വാനിച്ചിട്ടും കൊയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ, തിരുവചനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യാക്കോബിൻ്റെ ലേഖനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു: നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം പഴിചാരാതെ അത് ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, എന്നാൽ നിങ്ങൾക്ക് ദൈവം അത് നൽകും. നിങ്ങൾക്ക് വീണ്ടും അറിയാം, പാറസ്ഥലത്തും മുള്ളിനിടയിലും വീണ വിത്തുകൾ. ഇവിടെ രണ്ടും സംഭവിച്ചത്, ഇവിടെ വിത്ത് മുളച്ചു, ഒരു പക്ഷേ അത് ചെറിയ തൈയായിട്ട് മാറി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മാതാപിതാക്കളെ? നിങ്ങൾ തന്നെ പലപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്, മോന് അല്ലെങ്കിൽ മകള് കൊച്ചു ക്ലാസ്സിലൊക്കെ പ്രൊഫിഷ്യൻസി മേടിച്ച് പഠിച്ച കുഞ്ഞുങ്ങളാണ്. അവര് നല്ല രീതിയിൽ പഠിത്തത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഹൈസ്കൂൾ ക്ലാസ് ആയപ്പോൾ, കോളേജ് ക്ലാസ്സുകളായപ്പോൾ, വിദേശത്ത് പഠനത്തിനായി കടന്നു പോയപ്പോൾ അവരെല്ലാം എന്തായി മാറി? അവരെല്ലാം പഴയതുപോലെ പ്രയോജനമില്ലാതെ, ഫലം കായ്ക്കാതെ ആയിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? ആ മുള്ളിനിടയിൽ വീണ വിത്ത് മുള്ളതിനെ ഞെരുക്കിയതുപോലെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, ആന്തരികമാകാം, ബാഹ്യമാകാം, നിന്നെ അലട്ടുന്ന ഒരുപാട് മാനസിക വിഷയങ്ങൾ നീ ക്ലാസ് മുറികളിലായിരിക്കുമ്പോൾ
ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കളുടെ നിന്നോടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകരുടെ വായിൽ നിന്ന് വന്ന ഒരു ചെറിയ വാക്കായിരിക്കാം നിന്റെ ഹൃദയത്തെ ഞെരുക്കി നിനക്ക് പഠിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, നീ ഏത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാണ് നിന്നെ പഠിപ്പിച്ച ഈ അധ്യാപികയുടെ വാക്കുകളെ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, എനിക്ക് ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ. നിന്നെ നശിപ്പിക്കുന്ന എന്തെങ്കിലും അഡിക്ഷൻ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സ്വഭാവമുണ്ടെങ്കിൽ, ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞെ, ഞാൻ നിന്റെ അധ്യാപികയല്ല എങ്കിലും എല്ലാ അധ്യാപികരുടെയും ശബ്ദമായി നിന്നുകൊണ്ട് ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. നിന്റെ സകല അഡിക്ഷനും വിട്ട് നീ പൂർണ്ണ ഹൃദയത്തോടെ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി മാറട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, നിങ്ങൾ ഓറഞ്ച് തോട്ടത്തിലൂടെയും ആപ്പിൾ തോട്ടത്തിലൂടെയും നടന്നിട്ടുണ്ടോ? അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഓറഞ്ച് മഞ്ഞയായി അല്ലെങ്കിൽ ആപ്പിള് റെഡ് കളറിൽ പഴുത്ത് ഫലം പുറപ്പെടുവിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാം ചിലത് ഒരുപക്ഷെ ബാഹ്യമായി നോക്കുമ്പോൾ പച്ചയായി കാണുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു ഫലം പോലും തിരഞ്ഞു ചെല്ലുന്ന ഒരു കൊച്ചു കുഞ്ഞിന് പോലും പറിക്കാനില്ലാതെ ഫലം കൊടുക്കാതെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വൃക്ഷത്തയ്യെ നിന്റെ ജീവിതത്തോട് നീ ഉപമിക്കുന്നെങ്കിൽ, ഇന്ന് നീ തിരിച്ചറിഞ്ഞു കൊള്ളണം, നിനക്ക് നിന്റെ എല്ലാ അഡിക്ഷനിൽ നിന്നും പുറത്തു വന്ന് നല്ല ഫലം കായ്ക്കുവാൻ നിനക്ക് സർവശക്തനായ ദൈവം നിനക്കിടയാക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടാണല്ലോ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി വില കൊടുത്തവർ അനേകരുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. നിന്റെ ജീവിതത്തിൽ വില കൊടുത്തവരെല്ലാം നിനക്ക് വിലപ്പെട്ടവരായിരിക്കണം. ഞങ്ങളെ ടീച്ചർ എന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ വിളിച്ചത് കൊണ്ടാണ് ഞാനൊരു അധ്യാപിക എന്നറിയപ്പെട്ടത്. എൻ്റെ മകൻ എന്നെ അമ്മേ എന്ന് വിളിക്കുന്നതിന് മുൻപ് നിങ്ങളാണ് എന്നെ ടീച്ചറെ എന്ന് വിളിച്ചത്. ആ പദമാണ് എന്നെ ഇന്ന് ഈ സ്റ്റേജിൽ നിർത്തിയത്. വിധിയുരതയിലിരുന്ന് എന്നെ കേൾക്കുന്ന പൈതലെ, നീ പഠിച്ചൊരു പക്ഷേ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സന്തോഷമായി ജീവിക്കുകയായിരിക്കാം. എന്നാൽ നീ പഠിച്ച സ്കൂള് ഇവിടെയുണ്ട്, നീ ഇരുന്ന ബെഞ്ച് ഇവിടെയുണ്ട്, നീ ഓടിക്കളിച്ച ഗ്രൗണ്ട് ഇവിടെയുണ്ട്. ഒന്നും മനസ്സിലാകാതെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്പമൊന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് അന്ന് വിടർന്ന പുഞ്ചിരി അധ്യാപകരായ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില സംഭവങ്ങൾ ഞാൻ ഓർക്കട്ടെ. ഒരിക്കൽ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ, ഇന്ന് ഏറ്റവും നല്ല രാജ്യത്ത് സോഫ്റ്റ് എഞ്ചിനീയർ ആയിരിക്കുന്ന എൻ്റെ ഒരു ശിഷ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയും ബാക്കിലോട്ട് ബോധം കെട്ട് വീഴുവാനിടയായി. അതേപോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ മറ്റൊരനുഭവം. മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് എന്നെ കെട്ടിപ്പിടിച്ച ഇന്നത്തെ ഒരു IAS കാരിയെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. നിങ്ങളിൽ പലരും ഒരു പക്ഷേ ഡോക്ടറായി കാണും, എഞ്ചിനീയറായി കാണും, സമൂഹത്തിൽ ഉയർന്ന നിലകളിലൊക്കെ നിങ്ങളായി കാണും. ഈ തരുണത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു മുദ്ര പോലെ പതിഞ്ഞ മറ്റൊരനുഭവം കൂടെ പറയട്ടെ. ഒരിക്കൽ ബോർഡ് എക്സാം എഴുതിപ്പിക്കത്തില്ലെന്നും പറഞ്ഞു ഒരു പെൺകുഞ്ഞിനെ മാറ്റി നിർത്തി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, നിനക്ക് ബോർഡ് എക്സാം എഴുതാനായി സാർ അനുവാദം തന്നു. ഇന്നെന്ന പോലെ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ആ പെൺകുട്ടി അവിടെ തണുത്തുറഞ്ഞ കരങ്ങൾ എൻ്റെ നേരെ നീട്ടി എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഈ കൈവെള്ളയിൽ തന്ന ആ ഒരു സ്നേഹ ചുംബനമാണ് ദീർഘവർഷങ്ങൾ ഞാൻ മേടിച്ച ശമ്പളത്തെക്കാളും എൻ്റെ ഹൃദയത്തിനകത്ത് ആഴമായി പതിഞ്ഞു കിടക്കുന്നതെന്ന്
ഞാൻ ഇന്നും ഓർക്കുന്നു. എത്രയെത്ര കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മുൻപിലിരുന്ന് കടന്നു പോകും. ഒന്ന് മാത്രമേ അവസാനമായി പറയുവാനുള്ളൂ. ഞാൻ നിർത്തട്ടെ. ഒരിക്കൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. അതേ നാവിലൂടെ അതേ കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നെന്നും ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്നും പറഞ്ഞ യേശു കർത്താവ് എന്തിനാണ് നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, മാതാപിതാക്കളെ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത്? ലോകത്തിൽ ഈ കലാലയത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന കലാലയങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പകർന്നു കിട്ടുന്ന വെളിച്ചം ഒരു ജ്യോതിർഗോളം പോലെ ലോകത്തിനു മുഴുവൻ പ്രകാശം പരത്തുന്നതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമയത്ത് എന്നെ പഠിപ്പിച്ച എൻ്റെ സ്നേഹനിധികളായ എല്ലാ എൻ്റെ അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു നല്ല അധ്യാപക ദിനം നിങ്ങളുടെ ഗുരുക്കന്മാരെ നന്ദിയോടെ സ്മരിക്കുവാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.